ഹലോ ആൾ, എല്ലാവർക്കും ആയിട്ട് മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെക്ഷനുകളിൽ നമ്മൾ 2017 UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ 75 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ലാസ്റ്റ് 25 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി 2017 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 76ാമത്തെ ക്വസ്റ്റ്യൻ 76. Consider the following statements. In the election of Lok Sabha or State Assembly, the winning candidate must get at least 50% of the votes polled to be declared elected. Second statement, according to the provisions laid down in the Constitution of India, in Lok Sabha, the Speaker's post goes to the majority party and the Deputy Speakers to the opposition. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി. ഇൻ ദി ഇലക്ഷൻ ഓഫ് ലോക്സഭ ഓർ സ്റ്റേറ്റ് അസംബ്ലി, ദ വിന്നിംഗ് കാൻഡിഡേറ്റ് മസ്റ്റ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ വോട്ട്സ് പോൾ ടു ബി ഡിക്ലെയർ എലക്റ്റഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ വോട്ടിടുന്നതാണ്. ലോക്സഭ ഇലക്ഷനിലായാലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഇലക്ഷനിലായാലും നമ്മൾ വോട്ടിടുന്നതാണ്. അപ്പം അവിടേക്ക് എന്താണ്, ഒരു കാൻഡിഡേറ്റ് ജയിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 50% വോട്ടിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കറിയാം, ജസ്റ്റ് എന്താണ് മെജോറിറ്റി വോട്ടാണെന്ന് എല്ലാത്തിലും കൺസിഡർ ചെയ്യുന്നത്, അല്ല 50% വോട്ടായിട്ട് നോക്കുന്നില്ല. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് റോങ് ആണെന്ന് നമുക്കറിയാം. നമുക്ക് ജസ്റ്റ് എന്താണ് ഒരു ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് അതിന് മനസ്സിലാവും. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. According to the provisions laid down in the Constitution of India, in Lok Sabha, the Speaker's post goes to the majority party and the Deputy Speakers to the opposition. Okay, ഈ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ശരിയായിരിക്കുമെന്ന്. പക്ഷേ കാരണം എന്താണ്, ലോക്സഭയിൽ എപ്പോഴും സ്പീക്കർ എപ്പോഴും എന്തായിരിക്കും, മെജോറിറ്റി പാർട്ടിയുടെ ആളും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ എന്തായിരിക്കും, ഓപ്പോസിഷൻ പാർട്ടി എന്നുള്ളതുമായിരിക്കും. ബട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണ്, അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ലേഡ് ഡൗൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് പറയുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. കാരണം ഇതെന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. ഇതെന്താണ്, ഒരു ഇൻഫോർമൽ കൺസെൻസസ് എമോങ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെപ്പറ്റി പറയുന്നില്ല. ഇതെന്താണ്, ഒരു ഇൻഫോർമൽ കൺസെൻസസ് എമോങ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്, അല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നില്ല. ഓക്കെ, നമ്മുടെ 10th ലോക്സഭ വരെ, ഓക്കെ 10th ലോക്സഭ വരെ ബോത്ത് സ്പീക്കറും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറും 10th ലോക്സഭ വരെ ബോത്ത് സ്പീക്കറും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറും എവിടെ നിന്നായിരുന്നു, റൂളിംഗ് പാർട്ടിയിൽ നിന്ന് തന്നെയായിരുന്നു. പക്ഷേ 11th ലോക്സഭ മുതൽ എന്ത് ചെയ്തു, അവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായി. ഓക്കെ, കാരണം ഡെപ്യൂട്ടി സ്പീക്കറിന് മെയിനായിട്ടുള്ള ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്നും അതുപോലെ സ്പീക്കർ എന്താണ് മെയിനായിട്ടുള്ള റൂളിംഗ് പാർട്ടിയിൽ നിന്നും ആയിരിക്കും എന്നുള്ളൊരു കൺസെൻസസ് അവിടെ കൊണ്ടുവന്നു. ഓക്കെ, ഈ കൺസെൻസസ് പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ അതെന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വേർഡ് മതി നമുക്ക് ചിലപ്പോൾ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് തെറ്റാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോർമൽ ഇതിലാണെങ്കിൽ നമുക്കറിയാം എന്താണ്, സ്പീക്കർ ആയിരിക്കും റൂളിംഗ് പാർട്ടിയിൽ നിന്നോ ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്നായിരിക്കും എന്ത് ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മളത് ആൻസർ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം നോക്കുക. കാരണം ഒരുപാട് എല്ലാ കാര്യങ്ങളും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണ് അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻഡ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരിക്കും, ആൻസർ 76 ഓപ്ഷൻ ഡി ആണ്, neither 1 nor 2 ആയിരിക്കും. നെക്സ്റ്റ് 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following has or have occurred in India after its liberalization of economic policies in 1991? First statement, share of agriculture in GDP increased enormously. Share of India's exports in the world trade increased. Third statement, FDI inflows increased. Fourth statement, India's foreign exchange reserves increased enormously. അപ്പോൾ പറയുന്നത് എന്താണ്, ഇന്ത്യ ആഫ്റ്റർ ഇറ്റ്സ് ലിബറലൈസേഷൻ ഓഫ് എക്കണോമിക് പോളിസീസ് 1991 ശേഷം ഇന്ത്യ എന്താണ് എക്കണോമിക് പോളിസീസ് ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഷെയർ ഓഫ് അഗ്രികൾച്ചർ GDP ഇൻക്രീസ്ഡ് എനോമസ്ലി. ഓക്കെ, അഗ്രികൾച്ചർ GDP എന്താണ് ഇൻക്രീസ് ആയതെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം അഗ്രികൾച്ചറിന്റെ ആ ഒരു ഇത് എപ്പോഴാണ് ഇൻക്രീസ് ആയത്, നമ്മുടെ പഞ്ചവത്സര പദ്ധതി അതായത് 5 year പ്ലാൻസിലേക്ക് എന്താണ് ഫസ്റ്റ് ടൈമിലാണ് എന്ത് ആ അഗ്രികൾച്ചറിന്റെ ഒരു ഗ്രോത്ത് നമ്മൾ കണ്ടു തുടങ്ങിയത്. ഓക്കെ, സോ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ 1991 ശേഷം എന്താണ് അത് അത്ര കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പകരം എന്താണ് ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, GDP ഇൻക്രീസ് ആവുകയല്ല, പകരം എന്താണ് ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. തെറ്റാകുമ്പോൾ തന്നെ നമുക്ക് 1 എലിമിനേറ്റ് ചെയ്യാം, എയും എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ എന്താണ് ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് 2ഉം 3ഉം കോമൺ ആയിട്ടുണ്ട്, 4 ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി.
ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻക്രീസസ് എനോമസ്ലി. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്താണ്? എനോമസ്ലി ഇൻക്രീസ് ആയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് എന്താ ചെയ്തു? ആ ഒരു ടൈമിൽ എനോമസ്ലി ഇൻക്രീസ്ഡ് ആയി. അതുപോലെ ഷെയർ ഓഫ് ഇന്ത്യസ് എക്സ്പോർട്ട് ഇൻ ദ വേൾഡ് ട്രേഡ് ഇൻക്രീസ് ആവുകയും FDI ഇൻഫ്ലോ ഇൻക്രീസ് ആവുകയും ചെയ്തു. അപ്പോൾ 2, 3, 4 എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3 and 4. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ട? നമ്മളുടെ അഗ്രികൾച്ചർ എന്താണ് ഏകദേശം ഇപ്പോൾ 2017 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 2017 15% നമ്മൾ അഗ്രികൾച്ചർ ഉണ്ടായത്. 1991 1991 ഏകദേശം 29 അല്ലെങ്കിൽ 29% ഉണ്ടായിരുന്നത് 2017 ആയപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇത് 15% അപ്പോൾ എന്താണ് കുറയുകയാണ് ചെയ്തത്. സോ ഇവിടെ പറയുന്നത് GDP ഇൻക്രീസ് ആവുക എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തു? ഇവിടെ അഗ്രികൾച്ചർ 29% നിന്നാണ് 15% ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2025 കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം എത്ര ശതമാനമാണ്? 18% ഉള്ളത്. 2025 അഗ്രികൾച്ചർ എത്ര ശതമാനമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 18% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഫാക്ച്വൽ ഡേറ്റാസ് കൂടെ നോക്കി വയ്ക്കുക. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഉപയോഗം വരും. ഓക്കെ, അപ്പോൾ അതാണ് 77ാമത്തെ ക്വസ്റ്റ്യൻ. അഗ്രികൾച്ചർ എന്നാണ് കുറയുകയാണ് ചെയ്തത്. പക്ഷേ ബാക്കി 3, അതായത് ഷെയർ ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് ഇൻ ദ വേൾഡ് ട്രേഡ് ഇൻക്രീസ് ആയി, അതുപോലെ FDI ഇൻഫ്ലോ ഇൻക്രീസ്ഡ് ആയി, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇൻക്രീസ് ആയി. ഓക്കെ, ബാക്കി 3 ഇൻക്രീസ് ആവുകയും അഗ്രികൾച്ചർ എന്നാണ് ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നോളജി? അപ്പോൾ സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫാക്ട് ബേസ്ഡ് ആയിട്ടാണ്, നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എലിമിനേഷൻ ട്രിക്ക് പാടായിരിക്കും ഇവിടെ. ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ബയോ ലാർവിസൈഡ്സ്. സെക്കൻഡ് ഓപ്ഷൻ ബി പറയുന്നത് മാനുഫാക്ചർ ഓഫ് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ്. ഓപ്ഷൻ സി റീപ്രൊഡക്റ്റീവ് ക്ലോണിംഗ് ഓഫ് ആനിമൽസ്. ഓപ്ഷൻ ഡി പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിസംസ് ഫ്രീ ഓഫ് ഡിസീസസ്. അപ്പോൾ ഇതിൽ ഏതാണ് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നോളജിയിൽ പറയുന്നത്? ഓക്കെ, സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നോളജിയിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. റീപ്രൊഡക്റ്റീവ് ക്ലോണിംഗ് ഓഫ് ആനിമൽസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, നമുക്കറിയാം എന്താണ് ക്ലോണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തെ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും എന്താണ് ഒരു എക്സാക്ട് കോപ്പി, ഓക്കെ, ഒരു എക്സാക്ട് കോപ്പി എടുക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലോണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ക്ലോണിംഗ് ഓഫ് ആനിമൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന് ആ ഒരു ടെക്നോളജിയാണ് ഇത് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നോളജിയിൽ വരുന്നത്. ഓക്കെ, ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഡോളി എന്ന് പറയുന്ന ഒരു ഷീപ്പിലാണ്. ഓക്കെ, ഡോളി എന്ന് പറയുന്ന ഒരു ഷീപ്പിലാണെന്ത് ഈ സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നോളജി ആദ്യമായിട്ട് യൂസ് ചെയ്തത് 1996. ഓക്കെ, അപ്പോൾ 1996 ഡോളി എന്ന് പറയുന്ന ഒരു ഷീപ്പിലാണ് ഈ സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നോളജി ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? റീപ്രൊഡക്റ്റീവ് ക്ലോൺ ഓഫ് ആനിമൽസിന്റെ റീപ്രൊഡക്റ്റീവ് ക്ലോൺ. അതായത് എന്താണ്? അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓർഗാനിസത്തിന്റെ എക്സാക്ട് കോപ്പി എടുക്കുക, അതിനാണ് എന്തെന്ന് പറയുന്നത്? ക്ലോണിംഗ് എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു പ്രോസസ്സിനുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു ഇത് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് 78. Consider the following statements. National Payments Corporation of India, NPCI, helps in promoting the financial inclusion in the country. Second, NPCI has launched a RuPay card payments scheme. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ്. എന്തിനു വേണ്ടി? ഫോർ ഓപ്പറേറ്റിംഗ് റീറ്റെയിൽ പേയ്മെൻറ്റ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയാണ് റീറ്റെയിൽ പേയ്മെൻറ്റ്സ്, ഓപ്പറേറ്റിംഗ് റീറ്റെയിൽ പേയ്മെൻറ്റ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. റീറ്റെയിൽ പേയ്മെൻറ്റ് അതുപോലെ എന്താണ് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിനുള്ള. ഇത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻ ദ കൺട്രി. ഓക്കെ, പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇൻ അവർ കൺട്രി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായി. കാരണം പറയുന്നത് എന്താണ്? പ്രൊമോട്ടിംഗ് ദ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻ ദ കൺട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? അത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എയിം ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. NPCI നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത്? റുപേ ലോഞ്ച് ചെയ്തത്. ഓക്കെ, റുപേ നമുക്കറിയാം ഒരു കാർഡ് പേയ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ കാർഡ് പേയ്മെന്റ് സ്കീമിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റുപേ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ എന്താണ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് റുപേ സിസ്റ്റം ഒക്കെ. സോ അതുകൊണ്ട് എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. NPCI ആണ് എന്ത്? റുപേ ലോഞ്ച് ചെയ്തത്. ഓക്കെ, NPCI ആണ് റുപേ സിസ്റ്റം ലോഞ്ച് ചെയ്തത്. ഓക്കെ,
ഇനി ഈ NPCI എന്ന് പറയുന്നത് ഇത് എന്തിൻ്റെയൊക്കെയാണ്? RBIയുടെയും അതുപോലെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെയും കൂടി ഒരു ഇനിഷ്യേറ്റീവാണ്. ഓക്കെ, ഏതിൻ്റെയൊക്കെയാണ്? RBIയുടെയും അതുപോലെ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെയും കൂടി ഒരു ഇനിഷ്യേറ്റീവാണ് ഏതെന്ന് പറയുന്നത് ഈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, റുപേ എന്താണെന്ന് നമുക്കറിയാം. റുപേ എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, പേയ്മെൻറ്റ് സിസ്റ്റമാണ് റുപേ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിലാണ് എന്ത് ഈ റുപേയുടെ അത് കാണുന്നത്. ഓക്കെ, സോ അതാണെന്ത് 79ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ അപ്പോൾ ഏതായിരിക്കും? 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് 80ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The term M-strips is sometimes seen in the news in the context of option A, captive breeding of wild fauna, option B, maintenance of tiger reserves, option C, indigenous satellite navigation system, option D, security of national highways. ഓക്കെ, ഇത് നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ട്രിക്കിലൂടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും ഒരു ആൻസർ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് നോക്കിയാൽ സ്ട്രിപ്പ് എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അതിൽ ഒരു വേർഡ് മാത്രമാണ് സ്മോൾ ലെറ്ററിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ബാക്കിയെല്ലാം ടി കഴിഞ്ഞിട്ടുള്ള R മാത്രമാണ് സ്മോൾ ലെറ്റർ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു നമുക്ക് നോക്കുമ്പോൾ തന്നെ എന്താണ് ഏതോ T-യും R-ഉം റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ്. കാരണം ഏതെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു ഫുൾ ഫോം ആയിരിക്കും ഒരു ഇൻസ്ട്രിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ TR എന്ന് പറയുന്നത് മാത്രം, ബാക്കിയെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലും അതുപോലെ TR എന്ന് പറയുന്നത് മാത്രം എന്താണ് സ്മോളിൽ, അല്ലെങ്കിൽ R എന്ന് പറയുന്നത് മാത്രം എന്താണ് സ്മോളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നോക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടുന്ന ഏതായിരിക്കും? ടൈഗർ എന്ന് പറയുന്ന ഒരു വേർഡായിരിക്കും. ഓക്കെ, കാരണം നമ്മൾ ആ ഒരു ഓപ്ഷൻ നോക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വേർഡ് നോക്കുന്നെങ്കിൽ എന്താണ് T കഴിഞ്ഞിട്ടുള്ള R മാത്രമാണ് സ്മോൾ ലെറ്റർ തന്നേക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രത്യേകത കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനെ തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നോർമലി എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ തരേണ്ടതാണ്. സോ ആ ഒരു ഇത് നമ്മൾ എടുത്താൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വിചാരിച്ച് നമുക്ക് TR വരണം ഏതായിരിക്കും? നമുക്കിപ്പോൾ അറിഞ്ഞുകൂടെങ്കിൽ തന്നെ എന്താണ് ഈ ക്വസ്റ്റ്യൻ അറിഞ്ഞുകൂടെങ്കിൽ തന്നെ എന്താണ് TR ടൈഗർ എന്നുള്ള അനുസരിച്ച് നമുക്ക് ഓപ്ഷൻ ബി കൊടുക്കാം. കാരണം അതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, സോ M-strips എന്ന് വെച്ചാൽ എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് ടൈഗർ റിസർവ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം പറയുന്നത് എന്താണ്? മോണിറ്ററിംഗ് സിസ്റ്റം ഫോർ ടൈഗേഴ്സ്. ഓക്കെ, അതാണ് TR വരുന്നത്. ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ആൻഡ് എക്കോളജിക്കൽ സ്റ്റാറ്റസ്. ഓക്കെ, അതാണ് മോണിറ്ററിംഗ് സിസ്റ്റം ഫോർ ടൈഗേഴ്സ്. ഓക്കെ, അതാണ് TR വരുന്നത്. ടൈഗേഴ്സ് ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ആൻഡ് എക്കോളജിക്കൽ സ്റ്റാറ്റസ്. ഓക്കെ, അതാണ് M-strips പറയുന്നത്. അപ്പോൾ ടൈഗർ റിസർവ്സ്, മെയിൻ്റെനൻസ് ഓഫ് ടൈഗർ റിസർവ്സ് ആണ് M-strip എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, ഇതെന്താണ് 2010 ഈ ഒരു ഇത് വന്നത്. ഓക്കെ, ഇതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റമാണ്. 2010 വന്നത് സോഫ്റ്റ്വെയർ ബേസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പോൾ ഇത് കാരണം നമുക്ക് എന്തൊക്കെയായിരിക്കും? ഇത് ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യും? അതായത് വൈൽഡ് ലൈഫ് അസിസ്റ്റ് ചെയ്യുന്ന മാനേജേഴ്സിനെ അല്ലെങ്കിൽ തന്നെ ഫീൽഡ് സ്റ്റാഫിനൊക്കെ എന്താണ് ഇത് കാരണം ടൈഗറിനെ മോണിറ്റർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, സോ ബിക്കോസ് ഇതെന്താണ് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ളതാണ്, ഓക്കെ, സോ അതാണ് 80ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ M-strips നമുക്ക് എന്താണ് ഓപ്ഷനിൽ നിന്നല്ല, നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ നിന്ന് എന്താണ് ആൻസർ കിട്ടുന്ന രീതിക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ TR വെച്ച് നമ്മൾ എന്താണ് ടൈഗറിൻ്റെ ആണെന്ന് കണ്ടുപിടിച്ചു. സോ ആൻസർ ആയിരിക്കും ഓപ്ഷൻ ബി, മെയിൻ്റെനൻസ് ഓഫ് ടൈഗർ റിസർവ്സ് ആയിരിക്കും M-strips എന്ന് പറയുന്നത്. നെക്സ്റ്റ് 81ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് or are the most likely advantages of implementing goods and service taxes? GST പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. It will replace multiple tax collected by multiple authorities and will thus create a single market in India. Second statement, it will drastically reduce the current account deficit of India and will enable it to increase its foreign exchange reserves. Third statement, it will enormously increase the growth and the size of the economy of India and will enable it to overtake China in the near future. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു നമ്മുടെ ഈ കളക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ ടാക്സുകൾ മാറ്റിയിട്ട് എന്താണ് ഒരു ഒറ്റ ടാക്സ് കൊണ്ടുവരണം എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നത് എന്നൊരു ആശയത്തിലാണ് എന്ത് GST കൊണ്ടുവന്നത് തന്നെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൊണ്ടുവന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കണ്ണും കൂടി ശരിയാണെന്ന് പറയാം. കാരണം ഇറ്റ് വിൽ റീപ്ലേസ് മൾട്ടിപ്പിൾ ടാക്സസ് കളക്റ്റഡ് ബൈ മൾട്ടിപ്പിൾ അതോറിറ്റീസ് ആൻഡ് വിൽ ദസ് ക്രിയേറ്റ് എ സിംഗിൾ മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ഒറ്റ ഇത് കൊണ്ടുവന്നു. ഓക്കെ, അതാണ് GSTയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തന്നെ. ഇനി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇറ്റ് വിൽ ഇനോർമസ്ലി ഇൻക്രീസ് ദ ഗ്രോത്ത് ആൻഡ് സൈസ് ഓഫ് എക്കോണമി ഓഫ് ഇന്ത്യ ആൻഡ് വിൽ എനേബിൾ
to overtake China in the near future. ഓക്കെ, നമ്മളെന്താണ് ഈ ഒരു GST എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം എന്താണ്, അല്ലെങ്കിൽ GST കൊണ്ടുവന്നതുകൊണ്ട് മാത്രം എന്താണ് നമ്മുടെ ഗ്രോത്തും അതുപോലെ എന്താണ് എക്കണോമിയുടെ സൈസും ഒക്കെ ഇൻക്രീസ് ആവുകയും അത് പെട്ടെന്ന് നമുക്ക് എന്താണ് ചൈനയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഈ ഒരു GST എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യം കൊണ്ട് നമുക്ക് എന്താണ് ഒരിക്കലും ഇപ്പോൾ എന്താണ് ഇത്രയും മുന്നിലുള്ള ചൈനയെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാണ് ആദ്യമേ കൺസിഡർ ചെയ്യാം. അപ്പോൾ 3 തെറ്റാണെന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? 2 എലിമിനേറ്റ് ചെയ്യാം, C എലിമിനേറ്റ് ചെയ്യാം, ബിയും സിയും ഡിയും നമുക്ക് എന്താണ് അപ്പുറം എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി. ഓൾറെഡി എന്തായിരിക്കും? A 1 ഓൺലി ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ തന്നെ എന്താണ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, കാരണം ഇനിയിപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ തന്നെ എന്താണ് മൂന്നാമത്തെ ഇല്ല എന്ന് മനസ്സിലായി. കാരണം അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ GST എന്ന് പറയുന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്തും സൈസും എല്ലാം ഇൻക്രീസ് ആയി നമ്മൾ എന്താണ് ഉടനെ തന്നെ ചൈനയുടെ നിയർ ഫ്യൂച്ചറിൽ ഓവർകം ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും എക്സ്ട്രീം ആയിരിക്കും. അങ്ങനെ എന്തായാലും നടക്കത്തില്ല. സോ അതുകൊണ്ട് ഏതായിരിക്കും അത് എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ 1 ഓൺലി ആയിരിക്കും. ഓക്കെ, രണ്ടാമത് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ദ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് വിൽ എനേബിൾ ഇറ്റ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, സോ 2ഉം 3ഉം തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ 81ാമത്തെ A 1 ഓൺലി മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് GST എന്ന് പറഞ്ഞാൽ? ഇതൊരു വാല്യൂ ആഡ് ടാക്സ് ആണ്. GST എന്ന് വെച്ചാൽ വാല്യൂ ആഡ് ടാക്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓക്കെ, ഇറ്റ്സ് എ വാല്യൂ ആഡ് tax on most goods and services sold for domestic consumption. Okay, domestic consumption ഉള്ള goods and services ടാക്സ് അല്ലെങ്കിൽ വാല്യൂ ടാക്സ് ആണെന്ന് പറയുന്നത് ഈ GST എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരു ക്രിയേറ്റ് സിംഗിൾ മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇത് ഇന്ത്യയിൽ ഒരു സിംഗിൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, GST നമുക്ക് ജസ്റ്റ് പൊളിറ്റിക്കലായിട്ട് നോക്കുന്നത് ഏതാണ്? 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലാണ് എന്ത് GST കൊണ്ടുവന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടിലാണ് GST കൊണ്ടുവന്നത്. 2014 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടാണ് GST കൊണ്ടുവന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, GST പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് മാത്രമാണത്. ഓക്കെ, അപ്പോൾ അതാണ് 81ാമത്തെ ക്വസ്റ്റ്യൻ. 82 നോക്കാം. ബ്രോഡ് ബേസ്ഡ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് BTIA is sometimes in the news in the context of negotiations held between India and BTA അല്ലെങ്കിൽ ബ്രോഡ് ബേസ്ഡ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ്. അപ്പോൾ ഇത് ഇന്ത്യയും മറ്റേ ഏത് കൗൺസിലും തമ്മിലുള്ള മറ്റേ ആരും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അഗെയിൻ കറണ്ട് അഫയേഴ്സ് ആണ്. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻസർ ഏതാണ്? ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ളതാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ A ആണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒരു ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് ആണ് ഏതെന്ന് പറയുന്നത് BTIA എന്ന് പറയുന്നത്. ഓക്കെ, ജൂൺ 2007 മുതലാണ് ഈ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നത്. 2007 ജൂൺ മുതൽ എന്താണ് ഇന്ത്യയും അതുപോലെ യൂറോപ്യൻ യൂണിയൻ തമ്മിലുണ്ടായിരുന്ന ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണ്. ഓക്കെ, നെഗോസിയേഷനും അതുപോലെ എന്താണ് ബാക്കി ട്രേഡിന്റെ കാര്യങ്ങളെല്ലാം എന്താണ് ഇതുവരെ അവർ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് എന്തിനായിരുന്നു? ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? നോർമലി അറിയാം എന്തായിരിക്കും പ്രൈമറി ഒബ്ജക്റ്റീവ്? ഇൻക്രീസ് ബൈലാറ്ററൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോ ബിറ്റ്വീൻ ദ 2 മേജർ എക്കോണമീസ്. ഓക്കെ, ഈ 2 മേജർ എക്കോണമീസ് തമ്മിലുള്ള എന്താണ് ബൈലാറ്ററൽ ട്രേഡ് ആയാലും ഇൻവെസ്റ്റ്മെന്റ് ആയാലും അതിന്റെ ഫ്ലോ എന്താണ് ഇൻക്രീസ് ചെയ്യുക. എന്തിനു വേണ്ടിയായിരിക്കും? ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റിംഗ് താരിഫ്സ്. ഓക്കെ, ഇവർ തമ്മിലുള്ള താരിഫ്സ് എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നോൺ താരിഫ് ബാരിയേഴ്സ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനായിരുന്നു ഈ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ബ്രോഡ് ബേസ്ഡ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു മെയിൻ ഒബ്ജക്റ്റീവ്? റെഡ്യൂസിങ് ഓർ eliminating tariffs. Okay, and also increase bilateral trade and investment flow. Increase bilateral trade and tariff flow. Bilateral trade and investment flow. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോ. അപ്പോൾ അതാണ് 82 പറയുന്നത്. അപ്പോൾ BTIA എന്ന് പറയുന്നത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണ്. ഓക്കെ, മറന്നത് 2007 ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്? റെഡ്യൂസിംഗ് ഓർ എലിമിനേറ്റിംഗ് താരിഫ്സ് ആൻഡ് ഇൻക്രീസിംഗ് ബൈലാറ്ററൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോ. ഓക്കെ, നെക്സ്റ്റ് 83 നോക്കാം. ഫ്രണ്ട്സ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. India has ratified the Trade Facilitation Agreement TFA of WTO, World Trade Organization. Second statement, TFA is a part of World Trade Organization's Bali Ministerial Package of 2013. Next,
ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് TFA came into force in January 2016. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എഗെയിൻ അറിയുന്നത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇന്ത്യ റാറ്റിഫൈഡ് ട്രേഡ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് എന്നാണ് പറയുന്നത് WTO-യുടെ. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ്. And also TFA is a part of World Trade Organization's Bali Ministerial Package of 2018. അതും ശരിയാണ്. മൂന്നാം സ്റ്റേറ്റ്മെന്റ് നോക്കി TFA came into force in January 2016 എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, ജാനുവരി 2016 ഫെബ്രുവരി 2017 വന്നത്. ഓക്കെ, ഫെബ്രുവരി 2017 ഇത് വന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, റോങ് ആണ്. ഓക്കെ, അഗെയിൻ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ A ആണ്, 1 and 2 only ആണ്. അപ്പോൾ ട്രേഡ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ബാലി മിനിസ്റ്റീരിയൽ മീറ്റിംഗ് 2013 ഡിസംബറിലെ ബാലി മിനിസ്റ്റീരിയൽ മീറ്റിംഗിലാണിത് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, ഈ ഒരു പാക്കേജ് അതിൻ്റെ പാർട്ടായിരുന്നു. അതുകൂടാതെ എന്താണ്, ഇന്ത്യ ഹാസ് റാറ്റിഫൈഡ് ട്രേഡ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ്. ഓക്കെ, ഇന്ത്യ എന്താണ് ഇത് റാറ്റിഫൈ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇത് 83 ക്വസ്റ്റിൻ്റെ ആൻസർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫാക്ട് ബേസ്ഡ് ആണ്. നമുക്ക് അറിഞ്ഞത് മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് വന്നത് എന്താണ്, ഫോഴ്സിൽ വന്നത് 2017 ഫെബ്രുവരി 17 ഓക്കെ, 2017 ഫെബ്രുവരിയിലാണ്. ഓക്കെ, ഇതിലാണ് നമുക്ക് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ജനുവരി 2016 കൊടുത്തേക്കുന്നത്. സോ അത് റോങ് ആണ്. 2017 ഫെബ്രുവരിയിലാണ് ഈ ഒരു എഗ്രിമെന്റ് ഫോഴ്സിൽ വന്നത്. നെക്സ്റ്റ് 84 നോക്കാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്പിംഗ് ചബഹാർ പോർട്ട് ബൈ ഇന്ത്യ? ഓക്കെ, ചബഹാർ പോർട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ന്യൂസിലൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് റീസെൻ്റ് ആയിട്ട് ഒരുപാട് ന്യൂസ് എന്താണ് ഈ ചബഹാർ പോർട്ടിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, കാരണം അത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അത് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓഫ് ഇന്ത്യസ് ട്രേഡ് വിത്ത് ആഫ്രിക്കൻ കൺട്രീസ് വിൽ എനോർമസ്ലി ഇൻക്രീസ്. അപ്പോൾ നമുക്ക് അറിയാം എവിടെയാണ് ചബഹാർ പോർട്ട് വരുന്നത്. ചബഹാർ പോർട്ട് ഇറാനിലാണ് വരുന്നത്. ഓക്കെ, ഇറാൻ്റെ ആ ഒരു റീജിയനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ആൻസർ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇന്ത്യസ് ട്രേഡ് വിത്ത് ആഫ്രിക്കൻ കൺട്രീസ് വിൽ എനോർമസ്ലി ഇൻക്രീസ്. ചബഹാർ പോർട്ട് കാരണം ആഫ്രിക്കൻ കൺട്രീസുമായിട്ടുള്ള ട്രേഡ് ഇൻക്രീസ് ആണെന്ന് പറഞ്ഞാൽ അതെന്താണ് ചാൻസ് കുറവാണ്. കാരണം ഇറാൻ എന്ന് പറയുന്നത് ഏകദേശം എന്താണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് റീജിയനിലായിട്ടാണ് വരുന്നത്. ഓക്കെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ആ റീജിയനിലാണ് വരുന്നത്. അപ്പോൾ അതെന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ത്യസ് റിലേഷൻ വിത്ത് ഓയിൽ പ്രൊഡ്യൂസിങ് അറബ് കൺട്രീസ് വിൽ ബി സ്ട്രെങ്തൻഡ്. നെക്സ്റ്റ്, ഇന്ത്യ വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ പാകിസ്ഥാൻ ഫോർ ആക്സസ് ടു അഫ്ഗാനിസ്ഥാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ. ഓക്കെ, കാരണം സെൻട്രൽ ഏഷ്യൻ റീജിയനിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം ഇന്ത്യക്ക് എന്താണ് നോർമലി നമുക്ക് പോകുന്നതെങ്കിൽ എന്താണ് പാകിസ്ഥാനെ കഴിഞ്ഞ് മാത്രമേ അഫ്ഗാനിസ്ഥാനിലോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ചബഹാർ പോർട്ട് കാരണം എന്താണ് നമുക്ക് നേരെ ഇപ്പോൾ ഇവിടെ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എന്താണ് കാൻഡ പോർട്ട് വഴി നേരെ പോകാനായിട്ട് പറ്റും. ഈ വെസ്റ്റ് ഏഷ്യയിൽ പോകാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ നമുക്ക് എന്താണ് ഇറാൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് കയറാം. അപ്പോൾ നമുക്ക് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പാകിസ്ഥാനിലൂടെ ഉണ്ടായിരുന്നാണ് പാകിസ്ഥാനെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സോ അതാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് C ആണ്, ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്താണ്, ഇന്ത്യ വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ പാകിസ്ഥാൻ ഫോർ ആക്സസ് ടു അഫ്ഗാനിസ്ഥാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ. ഇന്ത്യക്ക് എന്താണ് പാകിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സെൻട്രൽ ഏഷ്യയിലോട്ടായാലും അല്ലെങ്കിൽ എന്താണ് അഫ്ഗാനിസ്ഥാനിലോട്ടായാലും പോകാനായിട്ട് എന്താണ് ഇന്ത്യക്ക് പാകിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, ഓപ്ഷൻ C ആണ്. ഇന്ത്യ വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ പാകിസ്ഥാൻ ഫോർ ആക്സസ് ടു അഫ്ഗാനിസ്ഥാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ. ഓക്കെ, അതാണ് 84ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ചബഹാർ പോർട്ട് എവിടെയാണെന്ന് നോക്കുക. കാരണം ഇപ്പോൾ എന്താണ് നമ്മുടെ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലും അതുപോലെ വെസ്റ്റ് ഏഷ്യയിലൊക്കെ എന്താണ് ഒരുപാട് വാറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്താണ് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ചബഹാർ പോർട്ട് ആയാലും അല്ലെങ്കിൽ എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസുകളൊക്കെ. ഓക്കെ, സോ അതാണ് 84ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. ഇത് ഈ പോർട്ട് എന്താണ് 2018 ഇന്ത്യ ടുക്ക് ഓവർ ചെയ്തത്. 2018 ഡിസംബറിലാണ് ചബഹാർ പോർട്ടിൽ എന്താണ് ഇന്ത്യ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇന്ത്യ പോർട്സ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണിത് ഇതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് അവരാണെന്ത് ഇതിന്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, എന്തിനൊക്കെയാണ് ചെയ്യുന്നത്? ഇത് ബൂസ്റ്റ് ട്രേഡ് ടൈസസ്, ഡിപ്ലോമാറ്റിക് ടൈസസ് ആൻഡ് മിലിറ്ററി ടൈസ് വിത്ത് ഇറാൻ. ഓക്കെ, ഇറാനുമായിട്ട് എന്താണ് ഡിപ്ലോമാറ്റിക് ടൈസ് ആയാലും അല്ലെങ്കിൽ എന്താണ് ട്രേഡ് ടൈസ് ആയാലും അതുപോലെ മിലിറ്ററി ടൈസ് ഒക്കെ എന്താണ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഇത് 84ാമത്തെ ക്വസ്റ്റ്യൻ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ചബഹാർ പോർട്ട് നോക്കുക, മാപ്പിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേണം. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ചബഹാർ പോർട്ട് ഉണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ റീസെൻ്റ്ലി സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് അങ്ങനെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് 85ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ലീഗലി മാൻഡേറ്ററി ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു റിപ്പോർട്ട് ഓൺ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ്? ഫസ്റ്റ് ഓൺ സർവീസ് പ്രൊവൈഡേഴ്സ്, ഡേറ്റാ സെന്റേഴ്സ്,
ബോഡി കോർപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ഡി ആണ്. 1, 2, 3 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, കാരണം സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ് എന്താണ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് എന്താണ് ഉള്ള ഒരു പ്രശ്നമാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് എന്താണ് നമ്മുടെ രാജ്യത്ത് ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഓക്കെ, ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ലീഗലി മാൻഡേറ്ററി ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു റിപ്പോർട്ട് ഓൺ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ്. സർവീസ് പ്രൊവൈഡേഴ്സിന് പറ്റും, ഡേറ്റാ സെന്റേഴ്സിന് പറ്റും, അതുപോലെ എന്താണ് ബോഡി കോർപ്പറേറ്റ്സിന് പറ്റും. ഓക്കെ, അത് റൂൾ 12 ഓഫ് CERT ആണ് പറയുന്നത്. CERT എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിനാണ് CERT പറയുന്നത്. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഓക്കെ, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് CERT പറയുന്നത്. അതിൽ റൂൾ 12 ഈ ഒരു കാര്യം പറയുന്നത്. കാരണം എന്താണെങ്കിൽ എവറി പേഴ്സൺ, കമ്പനി ഓർ ഓർഗനൈസേഷൻ ഹാവ് ദ ഓപ്ഷൻ ടു റിപ്പോർട്ട് സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ്. ഓക്കെ, അപ്പോൾ കമ്പനിക്കായാലും അല്ലെങ്കിൽ എന്താണ് പേഴ്സൺ ആയാലും അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷൻ ആർക്ക് വേണം എന്താണ് സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ് സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താണ് അൺഓതറൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ആക്സസ് ചെയ്യുന്നു, ഇന്റർനെറ്റിൽ എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആക്സസ്, അതുപോലെ ഡിനയൽ ഓഫ് സർവീസസ്, അൺഓതറൈസ്ഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ റിസോഴ്സസ്, അതുപോലെ എന്താണ് സ്റ്റോറേജിങ് ഓഫ് ഡേറ്റ, അതായത് മറ്റുള്ളവരുടെ ഇതല്ല അൺഓതറൈസ്ഡ് ആയിട്ട് സ്റ്റോറേജിങ് ഓഫ് ഡേറ്റ, ദെൻ ചേഞ്ച് ഇൻ ഡേറ്റ വിത്തൗട്ട് കൺസെന്റ്. അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്മുടെ ഈ സൈബർ സെക്യൂരിറ്റിക്ക് ഹാമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇന്ത്യയിൽ നമ്മുടെ IT Act 2000 IT Act 2000 സെക്ഷൻ 70B ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് സെക്ഷൻ 70B പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റ് എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഏജൻസി അപ്പോയിന്റ് ചെയ്യും. എന്തിനു വേണ്ടി? ഈ IT ആക്ടുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൈബർ സ്പേസുമായിട്ട് സൈബർ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്താണ് ഒരു ഏജൻസി അപ്പോയിന്റ് ചെയ്യുക. അങ്ങനെ ഏജൻസിയാണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്ന് പറയുന്നത്. ഓക്കെ, IT Act 2000 സെക്ഷൻ 70B ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ഉണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണം എന്താണ് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസിന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സർവീസ് പ്രൊവൈഡേഴ്സിനായാലും ഡേറ്റാ സെന്റേഴ്സിനായാലും അതുപോലെ ബോഡി കോർപ്പറേറ്റ്സിനായാലും പറ്റും. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ജനറൽ ആയിട്ട് ജസ്റ്റ് ആലോചിക്കുന്നവർ മനസ്സിലാവും. കാരണം ഇത് ആർക്ക് വേണോ എന്താണ് ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആർക്ക് വേണോ പറ്റും. ഓക്കെ, അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. നെക്സ്റ്റ് 86 ആണ്. Right to vote and to be elected in India is a option A fundamental right, natural right, constitutional right, legal right. അപ്പോൾ റൈറ്റ് ടു വോട്ട് ആൻഡ് ടു ബി ഇലക്റ്റഡ് ഇൻ ഇന്ത്യ ഇതെന്താണ്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് ഈ റൈറ്റിന്. ഓക്കെ, ആർട്ടിക്കിൾ 326 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 326 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നുണ്ട്? അഡൽട്ട് സഫറേജിനെ പറ്റി പറയുന്നുണ്ട്. അഡൽട്ട് സഫറേജിനെ പറ്റി പറയുന്നുണ്ട് ആർട്ടിക്കിൾ 326. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അഡൽട്ട് സഫറേജ് എന്താണ്? നമ്മുടെ ലോക്സഭ ഇലക്ഷൻ ആയാലും സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ ആയാലും അതിലെല്ലാം എന്താണ് ഈ ഒരു കാര്യമാണ് എടുക്കുന്നത്. ഓക്കെ, അഡൽട്ട് സഫറേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ റൈറ്റ് ടു വോട്ടും അതുപോലെ ടു ബി ഇലക്റ്റഡ് ഇൻ ഇന്ത്യ, റൈറ്റ് ടു വോട്ട് ആൻഡ് ടു ബി ഇലക്റ്റഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റിൽ നമുക്ക് എന്തായാലും അറിയാം. കാരണം ആർട്ടിക്കിൾ 12 മുതൽ എന്താണ് 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് നമുക്ക് 14 തൊട്ട് 32 വരെ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താണ് നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? അപ്പോൾ അതിലെന്താണ് ഈ റൈറ്റ് വോട്ടും അതുപോലെ തന്നെ ഇലക്റ്റഡും ഇല്ല. ദെൻ പിന്നെ വരുന്നത് എന്താണ്? നാച്ചുറൽ റൈറ്റ് വരുന്നുണ്ട്, ലീഗൽ റൈറ്റ് വരുന്നുണ്ട്. പക്ഷേ അതല്ല ആൻസർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആവും. കാരണം ആർട്ടിക്കിൾ 326 അല്ലെങ്കിൽ 326 എന്താണ് അതിനെപ്പറ്റി പറയുന്നത്, അഡൽട്ട് സഫറേജിനെ പറ്റി പറയുന്നുണ്ട്. സോ 86ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 87 നോക്കാം. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഇവോൾവ്ഡ് ലേസർ ഇന്റർഫെറോമീറ്റർ സ്പേസ് ആന്റിന എലൈസ പ്രോജക്റ്റ്? ഓക്കെ, എലൈസ പ്രോജക്റ്റിന്റെ പർപ്പസ് എന്താണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അഗൈൻ കറണ്ട് അഫയേഴ്സ് അതുപോലെ സയൻസ് ആൻഡ് ടെക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു ഡിറ്റക്ട് ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ്. ഓക്കെ, ആ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് എന്ത് ഈ ഒരു എലൈസ എന്ന് പറയുന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഇവോൾവ്ഡ് ലേസർ ഇന്റർഫെറോമീറ്റർ സ്പേസ് ആന്റിന എന്നാണ് അതിന്റെ ഫുൾ ഫോം പറയുന്നത്. ഓക്കെ, നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതാണ് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ സ്പേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സയൻസ് ആൻഡ് ടെക്കിലാണ് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രോജക്ട്സും അതുപോലെ എന്താണ് ഒരുപാട് എന്താണ് ഈ പ്രോജക്ട്സും അതുപോലെ അതിൻ്റെ എയിംസ് കാര്യങ്ങളൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. എസ്പെഷ്യലി നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. ഓക്കെ, ന്യൂസിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണമെങ്കിൽ എന്താണ് അതുകൂടി നോക്കി വയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, ഈ ഗ്രാവിറ്റേഷൻ വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ സൂപ്പർ ബ്ലാക്ക് ഹോൾസിൽ നിന്നൊക്കെ എന്താണ് വരുന്ന ആ ഒരു വേവ്സ്. ഓക്കെ, അതിനെയാണ് എമിറ്റ് ചെയ്യുന്ന ഒരു ഇതിനെയാണെന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണെന്ത് 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ടു ഡിറ്റക്ട് ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് എന്ത് എലിസ പ്രോജക്റ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 88 നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വിദ്യാഞ്ജലി യോജന? വിദ്യാഞ്ജലി യോജനയുടെ പർപ്പസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? To enable the famous foreign education institutions to open their campuses in India, to increase the quality of education provided in government schools by taking help from the private sector and the community. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, to encourage voluntary monetary contributions from private individuals and organizations so as to improve the infrastructure facilities for primary and secondary schools. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് വിദ്യാഞ്ജലി യോജനയെ പറ്റി ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചേക്കുന്നത്? അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് enable the famous foreign education institutions to operate their campuses in India. അപ്പോൾ വിദ്യാഞ്ജലി യോജന എന്തെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. 2 only മാത്രമാണ് ശരി, ബാക്കി 2 1ഉം 3ഉം എന്താണ് റോങ് ആൻസേഴ്സ് ആണ്. അപ്പോൾ വിദ്യാഞ്ജലി യോജന പ്രധാനപ്പെട്ട എയിം എന്ന് വെച്ചാൽ എന്താണ്? ടു ഇൻക്രീസ് ദ quality of education provided in government schools by taking help from the private sector and community. പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അവർ ഹെൽപ്പ് വെച്ച് എന്താണ് ഗവൺമെന്റ് സ്കൂൾസിന്റെ എഡ്യൂക്കേഷൻ അതിന്റെ ക്വാളിറ്റി എന്താണ് ഇംപ്രൂവ് ചെയ്യുക. അതാണ് വിദ്യാഞ്ജലി യോജന പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സ്കൂൾ വോളണ്ടിയർ പ്രോഗ്രാമാണ്. വിദ്യാഞ്ജലി യോജന എന്ന് പറയുന്ന സ്കൂൾ വോളണ്ടിയർ പ്രോഗ്രാമാണ്. ആരാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. പക്ഷേ ഇതിന് ഇപ്പോഴത്തെ പേരെന്താണ്? ഇതിന് നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്ത് പേര് ചേഞ്ച് ചെയ്തിട്ട് 2020 മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആക്കിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇപ്പോഴത്തെ പേര്. സോ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് മാറി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആയി. ദെൻ എന്തിനാണ് ലോഞ്ച് ചെയ്തത് നമ്മൾ പറഞ്ഞു. എന്തിനാണ് ഇത്? കാരണം ടു ഇൻക്രീസ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ് ബൈ ടേക്കിംഗ് ഹെൽപ്പ് ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ സ്കൂൾസ്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആൻഡ് കമ്മ്യൂണിറ്റീസ്. പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കമ്മ്യൂണിറ്റീസ് എന്താണ് ഹെൽപ്പ് വെച്ചിട്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂൾസിന്റെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. അതാണ് ഇത് വിദ്യാഞ്ജലി യോജനയിൽ പറയുന്നത്. ഓക്കെ, സോ അതാണ് 88ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ എ 2 only ആണ്. നെക്സ്റ്റ് 89 നോക്കാം. വാട്ട് ഈസ് ദ എയിം ഓഫ് പ്രോഗ്രാം ഉന്നത് ഭാരത് അഭിയാൻ? അപ്പോൾ ഉന്നത് ഭാരത് അഭിയാൻ്റെ എയിം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എഗെയിൻ ഒരു സ്കീമാണ് ചോദിച്ചേക്കുന്നത്, ഒരു പ്രോഗ്രാമാണ്, ഗവൺമെൻറ് ഒരു പ്രോഗ്രാമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ഓപ്ഷൻ എ പറയുന്നതാണ് അച്ചീവിങ് 100% ലിറ്ററസി ബൈ പ്രൊമോട്ടിംഗ് കൊളാബറേഷൻ ബിറ്റ്വീൻ വോളണ്ടറി ഓർഗനൈസേഷൻസ് ആൻഡ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ബി, കണക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ടു അഡ്രസ് ഡെവലപ്മെന്റ് ചാലഞ്ചസ് ത്രൂ അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ്. Then ഓപ്ഷൻ സി പറയുന്നത് സ്ട്രെങ്തനിങ് ഇന്ത്യസ് സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഓർഡർ ടു മേക്ക് ഇന്ത്യ എ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പവർ. ഓപ്ഷൻ ഡി പറയുന്നത് developing human capital by allocating special funds for healthcare and education of rural and urban poor and organizing skill development programs and vocational training for them. Okay, so ഉന്നത് ഭാരത് അഭിയാൻ. അപ്പോൾ എഗെയിൻ നമുക്ക് എന്താണ് ഒരു സ്കീമുമായിട്ട് ഗവൺമെന്റ് ഒരു പ്രോഗ്രാമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ് ഉന്നത് ഭാരത് അഭിയാൻ എന്ന് അറിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ആൻസർ എന്താണ് ഇവിടെ? ഓപ്ഷൻ ബി ആണ്. Connecting institutions for higher education with local communities to address development challenges through appropriate technologies. അതാണ് ഇത് ഉന്നത് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. ഇത് 2014 കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. ഉന്നത് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് 2014 ഒരു ഇനിഷ്യേറ്റീവാണ്. എഗെയിൻ ആരായിരിക്കും അപ്പോൾ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ ടൈമിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് റിസോഴ്സസ് ആയിരുന്നു. ഓക്കെ, സോറി, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ അതേതാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ 2014 കൊണ്ടുവന്നത്. അപ്പോൾ എന്തായിരുന്നു അവരുടെ എയിം എന്ന് പറയുന്നത്? കണക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ടു അഡ്രസ് ഡെവലപ്മെന്റ് ചാലഞ്ചസ് ത്രൂ അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ്. ഓക്കെ, ഇതുപോലെ ഇപ്പോൾ എന്താണ് ഇതിൻ്റെ തന്നെ ഒരു 2.0 ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ 2014 വന്നതാണ് ഉന്നത് ഭാരത് അഭിയാൻ. ഇപ്പോൾ എന്താണ് ഉന്നത് ഭാരത് അഭിയാൻ 2.0 ഉണ്ട്. ഓക്കെ, അത് 2018 വന്നത്. ഓക്കെ, 2018 ഇതിൻ്റെ ഒരു അപ്ഗ്രേഡ് വെർഷനായിട്ടാണത് ഉന്നത് ഭാരത് അഭിയാൻ 2.0 വന്നത്. ഇതെന്താണ് ഈ സ്കീം? എന്താണ് എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടും ഇതെന്താണ് ഉന്നത് ഭാരത് അഭിയാൻ എന്നുള്ള സ്കീം എന്താണ് എക്സ്റ്റെൻഡ് ചെയ്തു. അതാണ് ഉന്നത് ഭാരത് അഭിയാൻ 2.0 വരുന്നത്. 2018 കൊണ്ടുവന്നത്. മറ്റേ 2014 ഇത് 2018. ഓക്കെ, സോ അതാണ് 89ാമത്തെ ക്വസ്റ്റ്യൻ. 90 നോക്കാം. Consider the following statements. The Election Commission of India is a 5-member body. Second statement, Union Ministry of Home Affairs decided the elections scheduled for the conduct of both general elections and by-elections.
Option C, election commission resolves the disputes relating to splits or mergers of recognized political parties. So ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി 3 only. സോ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ 5-member ബോഡി. നമ്മൾ പൊളിറ്റിക്കലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? 3-member ബോഡിയാണ്, 5-member ബോഡി അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 3-member ബോഡിയാണ്. ആരൊക്കെയാണുള്ളത്? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും. ഓക്കെ, അങ്ങനെയുള്ള 3 മെമ്പേഴ്സാണ് എന്ത് ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഉള്ളത്. രണ്ടാമത് പറയുന്നത് എന്താണ്? യൂണിയൻ ഹോം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഡിസൈഡ് ദ ഇലക്ഷൻ ഓഫ് ഷെഡ്യൂൾ ഫോർ ദ കണ്ടക്ട് ഓഫ് ബോത്ത് ജനറലാണ്. അപ്പോൾ ഹോം മിനിസ്ട്രി ആണോ ഇത് തീരുമാനിക്കുന്നത്? നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷന് സ്വയം ഉള്ള ഒരു പവറാണ് എന്തെന്ന് പറയുന്നത്. ജനറൽ ഇലക്ഷൻ ആയാലും ബൈ ഇലക്ഷൻ്റെ ഒക്കെ ആയാലും എന്ത് അതിന് കണ്ടക്ട് ചെയ്യേണ്ട ഷെഡ്യൂൾ തീരുമാനിക്കുന്ന ആരായിരിക്കും? ഇലക്ഷൻ കമ്മീഷൻ സ്വയമായിരിക്കും. അല്ലാതെ അവിടെ എന്താണ് ഒരു മിനിസ്ട്രിക്കും പവർ ഇല്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി 3 only ആയിരിക്കും. ഇലക്ഷൻ കമ്മീഷൻ റിസോൾവ് ദ ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു സ്പ്ലിറ്റ് ഓർ മെർജേഴ്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ ആൻസർ 3 ആയിരിക്കും, 3 only ആയിരിക്കും. അതായത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അവർക്ക് തന്നെ പവർ ഉണ്ട്. ഓക്കെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ എന്താണ് ഇവരുടെ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോക്സഭ ഇലക്ഷൻ ആയാലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ ആയാലും രാജ്യസഭ ഇലക്ഷൻ ആയാലും അതുപോലെ ഓഫീസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇവരിലേക്ക് ഇലക്ഷനെല്ലാം ആരാണ്? ഈ ഇലക്ഷൻ കമ്മീഷനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ കൺട്രോളിലാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, 3 മെമ്പറാണുള്ളതെന്ന് പറഞ്ഞു. ഒരാളെന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ എന്താണ് 2 പേര് ഇലക്ഷൻ കമ്മീഷണേഴ്സും. അങ്ങനെ 3 പേരാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി. അപ്പം ജസ്റ്റ് നോക്കി വയ്ക്കുക, ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ പറ്റി പറയുന്നത്. ദെൻ 3-member ബോഡിയാണ്. ഒന്ന് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. അതുകൂടെ എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ റിസോൾവ്സ് ദ ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു സ്പ്ലിറ്റ്സ് ഓർ മെർജർ ഓഫ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ, അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അതാണ് 90ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. അടുത്തത് 91. In India, if a species of tortoise is declared protection under Schedule 1 of the Wildlife Protection Act 1972, what does it imply? Okay, അപ്പോൾ ഇന്ത്യയിൽ ഒരു ടോട്ടോയ്സ് സ്പീഷീസ് എന്താണ് ഷെഡ്യൂൾ 1 ഡിക്ലെയർ ചെയ്തേക്കാണ്. എന്നാൽ അവർക്ക് അതിനുള്ള ഉപയോഗങ്ങൾ എന്താണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന് ഇംപ്ലൈ ആവുന്നതെന്ന് ചോദിച്ചിരുന്നു. ഓപ്ഷൻ എ, ഇറ്റ് എൻജോയ്സ് ദ സെയിം ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആസ് ടൈഗർ. Option B, it no longer exists in wild. A few individuals are under captive protection and now it is impossible to prevent its extinction. Option C, it is endemic to a particular region of India. Option D, both B and C stated above are correct in this context. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ഷെഡ്യൂൾ 1 അനിമൽസിനെ എന്താണ് നമുക്ക് ഹണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇൻ കേസ് ചെയ്യാതാണ് എന്താണ് നല്ല പണിഷ്മെന്റ് കിട്ടുന്ന ഒരു കേസാണത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതായിരിക്കും? ബാക്കി 3 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. കാരണം ടൈഗറിന് നമ്മൾ ഷെഡ്യൂൾ 1 അനിമലായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈഗറിന് കിട്ടുന്ന അതേ പ്രൊട്ടക്ഷൻ ഇതിനും കിട്ടും, ഈ ടോട്ടോയ്സിനും കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇറ്റ് എൻജോയ്സ് ദ സെയിം ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആസ് ടൈഗർ. അപ്പോൾ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം എന്താണ് അവിടെ 6 ഷെഡ്യൂളാണ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എത്ര ഷെഡ്യൂളാണുള്ളത്? 6 ഷെഡ്യൂളാണുള്ളത്. നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 1 എന്താണ് പറയുന്നത്? ഷെഡ്യൂൾ 1 പറയുന്നത് എന്താണ്? അവിടെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിനെ പറ്റിയാണ് പറയുന്നത്. അല്ല, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനാണ് ഷെഡ്യൂൾ 1 പറയുന്നത്. ഓക്കെ, എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് ഷെഡ്യൂൾ 1 വരുന്നത്. ഇവർക്ക് എന്താണ്? റിഗ്രസ് പ്രൊട്ടക്ഷൻ ആൻഡ് ഹാർഷ് പെനാൽറ്റീസ് ആണ് ഇതിനുള്ളത്. പ്രൊട്ടക്ഷൻ അതുപോലെ പെനാൽറ്റി ഹാർഷ് ആയിരിക്കും. ഹാർഷ് പെനാൽറ്റി ആയിരിക്കും ഈ ആനിമൽസിന്. അപ്പോൾ എക്സാമ്പിൾ ഏതൊക്കെയാണ്? അതുകൂടാതെ തന്നെ ഇതിലേക്ക് ട്രേഡും പ്രൊഹിബിറ്റഡ് ആയിരിക്കും. ഈ ഷെഡ്യൂൾ 1 ആനിമൽസിന്റെ ട്രേഡ് എന്താണ്? പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, ട്രേഡും പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കണമെങ്കിൽ ഏതൊക്കെ വരും? നമ്മുടെ ടൈഗർ, ബ്ലാക്ക് ബക്ക്,
cheetah, clouded leopard, common dolphin. അപ്പോൾ ഇതെല്ലാം എന്താണ് ഷെഡ്യൂൾ 1 വരുന്ന ആനിമൽസ് ആണ്, അല്ലെങ്കിൽ സ്പീഷീസ് ആണ്. ഓക്കെ, ഇനി ഷെഡ്യൂൾ 2 നോക്കുന്നെങ്കിലോ, ഷെഡ്യൂൾ 2 നോക്കുന്നെങ്കിൽ അത് എന്താണ് സെയിം തന്നെയാണ്. കാരണം അവിടെ എന്താണ് എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താണ് ഹൈ പ്രൊട്ടക്ഷനും ട്രേഡ് പ്രൊഹിബിറ്റഡും ആണ്. ഓക്കെ, ഹൈ പ്രൊട്ടക്ഷൻ ആണ്, ട്രേഡ് പ്രൊഹിബിറ്റഡ് ആണ്. ഹൈ പ്രൊട്ടക്ഷൻ ട്രേഡ് പ്രൊഹിബിറ്റഡ് ആണ്. ട്രേഡ് പ്രൊഹിബിറ്റഡ് ആണ്, ട്രേഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഫോക്സ്, then Kashmir fox, Assamese macaque, Kashmir fox, Assamese macaque. Then ഇതൊക്കെയാണ് ഷെഡ്യൂൾ 2 വരുന്നത്. ഇനി ഷെഡ്യൂൾ 3 നോക്കുന്നെങ്കിലോ, ഷെഡ്യൂൾ 3യും 4 നമുക്ക് എന്താണ് ഒറ്റ ഇതിൽ നോക്കാം. ഷെഡ്യൂൾ 3യും അതുപോലെ ഷെഡ്യൂൾ 4ഉം അതിലേതൊക്കെയാണ്, ഇത് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണ്. പക്ഷെ എന്താണ് പെനാൽറ്റി കുറവായിരിക്കും. ആദ്യത്തെ രണ്ടെണ്ണത്തെ അപേക്ഷിച്ച് എന്താണ് ലെസ് പെനാൽറ്റി ആയിരിക്കും. ഇതിൽ ലെസ് പെനാൽറ്റി ആണ്. ഓക്കെ, ആദ്യത്തെ രണ്ട് കാറ്റഗറി, അതായത് ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ പെനാൽറ്റി എന്താണ് വളരെ കുറവായിരിക്കും. ലെസ് പെനാൽറ്റിയാണ് കമ്പയർഡ് ടു ഫസ്റ്റ് 2 ഷെഡ്യൂൾസ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഏതൊക്കെയാണ് ഹൈന, ഹിമാലയൻ റാറ്റ്, ഫ്ലൈയിങ് ഫോക്സ്, പോർക്കിപ്പൈൻ. ഇതൊക്കെയാണ് ഷെഡ്യൂൾ 3യും 4ലും വരുന്നത്. ഇനി ഷെഡ്യൂൾ 5 നോക്കാം. ഷെഡ്യൂൾ 5 വരുന്നത് എന്തൊക്കെയാണ്, അത് നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റുന്ന അനിമൽസ് ആണ്. ഓക്കെ, വിച്ച് ക്യാൻ ബി ഹണ്ടഡ് അനിമൽസ് അല്ലെങ്കിൽ സ്പീഷീസ് വിച്ച് ക്യാൻ ബി ഹണ്ടഡ്. എക്സാമ്പിൾ നമ്മൾ നോർമലി അറിയാവുന്ന മൈസ്, റാറ്റ്, ഫ്രൂട്ട് ബാറ്റ്സ്, ഇതൊക്കെയാണ് ഷെഡ്യൂൾ 5ൽ വരുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ ഒരു ഷെഡ്യൂൾ ഉണ്ട്, ഷെഡ്യൂൾ 6. ഷെഡ്യൂൾ 6 ആണ്. ഇതിൽ വരുന്നത് എന്താണ് പ്ലാന്റ് സ്പീഷീസ് ആണ്. ഫോർബിഡൻ ഫ്രം കൾട്ടിവേഷൻ. പ്ലാന്റ്സ് ഫോർബിഡൻ ഫ്രം കൾട്ടിവേഷൻ. പ്ലാന്റ്സ് forbidden from cultivation. എക്സാമ്പിൾ പറഞ്ഞാൽ ഏതൊക്കെയാണ്, പിച്ചർ പ്ലാന്റ്, റെഡ് വാൻഡ, അതുപോലെ എന്താണ് ബ്ലൂ വാൻഡ. ഓക്കെ, കാണാൻ പറ്റത്തില്ല, ജസ്റ്റ് എഴുതിയിട്ടുണ്ട് ബ്ലൂ വാൻഡ. അപ്പോൾ ഇതൊക്കെയാണ് ഷെഡ്യൂൾ 6 വരുന്നത്. അപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 6 ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഷെഡ്യൂൾ 1 ആനിമൽസ് എല്ലാം സ്പീഷീസ് എല്ലാം എന്തായിരിക്കും എൻഡേഞ്ചേർഡ് ആണ് ആൻഡ് ദേ നീഡ് റിഗറസ് പ്രൊട്ടക്ഷൻ ആൻഡ് ഹാർഷ് പെനാൽറ്റീസ് ഉണ്ടായിരിക്കും. ട്രേഡ് എന്തായിരിക്കും പ്രൊഹിബിറ്റഡ് ആണ്. എക്സാമ്പിൾ വരുന്നത് ടൈഗർ, ബ്ലാക്ക് ബക്ക്, ചീറ്റ, ക്ലൗഡഡ് ലെപ്പാർഡ്, കോമൺ ഡോൾഫിൻ, ഇതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾ വരുന്നത്. ഷെഡ്യൂൾ 2 വരുമ്പോൾ എന്താണ് ഹൈ പ്രൊട്ടക്ഷൻ ആയിരിക്കും, സെയിം ആയിരിക്കും, ട്രേഡും എന്താണ് പ്രൊഹിബിറ്റഡ് ആയിരിക്കും. അവിടെ എന്തായിരിക്കും ഹാർഷ് പെനാൽറ്റീസ് ഉണ്ടായിരിക്കും. ഇന്ത്യൻ ഫോക്സ്, കാശ്മീർ ഫോക്സ്, ആസാമീസ് മാക്കേക്ക് അതൊക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾ ആണ്. ഷെഡ്യൂൾ 3യും 4 വരുമ്പോൾ എന്താണ് ഫസ്റ്റ് 2 ഷെഡ്യൂളിനെ അപേക്ഷിച്ച് ലെസ് പെനാൽറ്റി ആയിരിക്കും. എക്സാമ്പിൾ വരുന്നത് ഹൈന, ഹിമാലയൻ റാറ്റ്, ഫ്ലൈയിങ് ഫോക്സ്, പോർക്കിപ്പൈൻ. ഷെഡ്യൂൾ 5ൽ ആനിമൽസ് അല്ലെങ്കിൽ സ്പീഷീസ് വിച്ച് ക്യാൻ ബി ഹണ്ടഡ് ആണ് പറയുന്നത്. എക്സാമ്പിൾ വരുന്നത് എന്താണ് മൈസ്, അതുപോലെ റാറ്റ്, ഫ്രൂട്ട് ബാറ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. പിന്നെ ലാസ്റ്റ് ഷെഡ്യൂൾ 6 ആണ് പറയുന്നത്. അതിൽ പ്ലാന്റ് സ്പീഷീസിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് ഫോർബിഡൻ ഫ്രം കൾട്ടിവേഷൻ. എക്സാമ്പിൾ വരുന്നത് പിച്ചർ പ്ലാന്റ്, റെഡ് ബാൻഡ, ബ്ലൂ ബാൻഡ, ഇതൊക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ അതാണ് ഷെഡ്യൂൾ 1 to ഷെഡ്യൂൾ 6. ഓക്കെ, അപ്പോൾ 91ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇറ്റ്സ് എൻജോയ് ദ സെയിം ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആസ് ടൈഗർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 92 പോകാം. ഇൻ ഇന്ത്യ ജുഡീഷ്യൽ റിവ്യൂ ഇംപ്ലൈസ്. ഇന്ത്യയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. The power of the judiciary to pronounce upon the constitutionality of laws and executive orders. B. The power of judiciary to question the wisdom of the laws enacted by the legislature. C. The power of the judiciary to review all the legislative enactments before they assent to by the president.
Option B, the power of judiciary to review its own judgment given earlier in similar or different cases. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ചാൽ എന്താണ് ചോദിച്ചേക്കുന്നത്? നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്ത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ചാൽ ദ പവർ ഓഫ് ദ ജുഡീഷ്യറി ടു പ്രൊനൗൺസ് അപ്പോൺ ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് ലോസ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് ദ ലോസ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിന്റെ ലോസിന്റെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്താണ് പരിശോധിക്കുക എന്നതാണ് ജുഡീഷ്യൽ റിവ്യൂ പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ചാൽ എന്താണ് ഒരു നിയമമായാലും അല്ലെങ്കിൽ എന്താണ് ഒരു ഓർഡർ ആയാലും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, അത് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുന്നോ എന്ന് നോക്കുന്നതാണ് ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഏതെങ്കിലും ഒരു ലോ ലെജിസ്ലേച്ചർ പാസ് ചെയ്യുന്നത് അത് എങ്ങനെയെങ്കിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക, അതാണ് ജുഡീഷ്യറി റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ജുഡീഷ്യറി അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നൾ ആൻഡ് വോയിഡ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കി മാറ്റുന്നുണ്ട്. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ദെൻ നൾ ആൻഡ് വോയിഡ് ആക്കി മാറ്റും. നൾ ആൻഡ് വോയിഡ്. ഓക്കെ, സോ അത് നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു പവറാണ്. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പവറാണ് എന്ന് പറയുന്നത്. ഈ നിയമം അതെന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെന്താണ് അൺകോൺസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റാനുള്ള കഴിവ്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ ഇംപ്ലൈ ചെയ്യുന്നത്. അതാണ് 92ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. നെക്സ്റ്റ് 93, വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ കൺസിഡർ ദ ഫോളോയിങ് ഇവന്റ്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഫ്രീഡം നമ്മുടെ മോഡേൺ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇയേഴ്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിനി ഏത് വർഷമാണ്? 1946-ലാണ്. 1946-ലാണ് റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിനി. ഇനി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നമുക്കറിയാം 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്നത്. ദെൻ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എപ്പോഴായിരുന്നു? 1931, 1981-ലാണ്. സോ അപ്പോൾ ഏതായിരിക്കും ആൻസർ? കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ആണ് പറഞ്ഞേക്കുന്നത്. സോ 1981, 1942, ദെൻ 1946 അങ്ങനെയായിരിക്കും വരുന്നത്. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, മ്യൂട്ടിനി, ഇന്ത്യൻ നേവി. ഓക്കെ, റോയൽ ഇന്ത്യൻ നേവി. അതായത് 3, 2, 1 അതായിരിക്കും ആൻസർ. ഓപ്ഷൻ സി ആണ് 3, 2, 1 വരുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ടേബിൾ കോൺഫറൻസിനെ പറ്റി പറയുന്നത് എന്താണ്? ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത അല്ലെങ്കിൽ ഗാന്ധിജി പങ്കെടുത്ത ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഏതാണ്? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ്. ഗാന്ധിജി ഏതിനു വേണ്ടി? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പങ്കെടുത്തു. അതുകൊണ്ട് ആ ടൈമിൽ തന്നെ സരോജിനി നായിഡു റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ. സരോജിനി നായിഡു ഉണ്ടായിരുന്നു. സരോജിനി നായിഡു ആർക്ക് വേണ്ടിയായിരുന്നു? ഇന്ത്യൻ മൂവ്മെന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരുന്നു. ഇന്ത്യൻ മൂവ്മെന്റിനെ റെപ്രസെന്റ് ചെയ്തായിരുന്നു സരോജിനി നായിഡു പറയുന്നത്. 1942 നമുക്കറിയാം അതെന്താണ് ഗാന്ധിയുടെ ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്ന ഒരു മൂവ്മെന്റാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ള സ്ലോഗനോട് കൂടി ഉണ്ടായിരുന്നതാണ്. ദെൻ മ്യൂട്ടിനി ഇൻ റോയൽ ഇന്ത്യൻ നേവിയാണ് പറയുന്നത്. അതായിരുന്നു റോയൽ ഇന്ത്യൻ നേവിയിൽ തന്നെ എന്തായിരുന്നു കുറച്ച് ഓഫീസേഴ്സ്, സേയേഴ്സ്, അവരുടെ റാറ്റിങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. റാറ്റിങ്സ്. ഓക്കെ, അപ്പോൾ ഈ റാറ്റിങ്സ് അവിടുത്തെ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെതിരെ മ്യൂട്ടിനി നടത്തി. അതാണ് എന്ന് പറയുന്നത് മ്യൂട്ടിനി ഇൻ റോയൽ ഇന്ത്യൻ നേവി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ 3, 2, 1 ആയിരിക്കും. നെക്സ്റ്റ് 94, consider the following statements. Tax revenue as a percent of GDP of India has steadily increased in the last decades. Then fiscal deficit as a percent of GDP of India has steadily increased in the last decades. Okay, അപ്പോൾ ടാക്സ് റവന്യൂ ടു GDP അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് GDP ആണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? രണ്ടും റോങ് ആണ്. ഓക്കെ, നെയ്തർ 1 nor 2 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് പറയുന്നതാണ് ടാക്സ് റവന്യൂ ആസ് എ പെർസെന്റ് ഓഫ് GDP ഓഫ് ഇന്ത്യ ഹാസ് സ്റ്റെഡിലി ഇൻക്രീസ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്. സെക്കൻഡ് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് ആസ് എ പെർസെന്റ് ഓഫ് GDP ഓഫ് ഇന്ത്യ ഹാസ് സ്റ്റെഡിലി ഇൻക്രീസ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടും തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 94 ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് വൺ, ടാക്സ് റവന്യൂ ആസ് എ പെർസെന്റ് ഓഫ് GDP ഓഫ് ഇന്ത്യ ഹാസ് സ്റ്റെഡിലി ഇൻക്രീസ്ഡ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, fiscal deficit as a percentage of GDP of India has steadily increased in the last decade. അപ്പോൾ ഇവിടെ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ടാക്സ് റവന്യൂ ടു GDP, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ടു GDP ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ രണ്ടിലും എന്താണ്? സ്റ്റെഡ്ലി ഇൻക്രീസ്ഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടും റോങ് ആണ്. ഓക്കെ, സോ ടാക്സ് റവന്യൂ ആസ് പെർസെന്റ് ടു GDP സ്റ്റെഡ്ലി ഇൻക്രീസ് ആവുന്നില്ല. അതുപോലെ എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ് ഇൻക്രീസ് ആവുന്നില്ല. ഓക്കെ, ലാസ്റ്റ് ഡെക്കേഡിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, നെയ്തർ 1 nor 2 ആണ്. നമുക്കപ്പോൾ ആദ്യം ടാക്സ് ടു GDPയുടെ നോക്കാം എന്താണെന്ന്. ടാക്സ് ടു GDP നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് 2001, 2012 നമുക്ക് ആദ്യം എടുത്ത് നോക്കിയാൽ 2001,
2011 ആ ഒരു ഡെക്കേഡ് നമുക്ക് എടുത്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഒരു സ്റ്റഡി ഫോൾ ഉണ്ടായിരുന്നുണ്ട്. ഓക്കെ, അതായത് 2007 2010 ഇടയ്ക്ക് അല്ലാണ്ട് ബാക്കിയെല്ലാം എന്താണ് സ്റ്റഡി ഫോളും പിന്നെ ഒരു റിക്കവറിയാണ് ഉണ്ടാകുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ് സ്റ്റഡി ഇൻക്രീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ 2001 2014 ഇടയ്ക്ക് എങ്ങനെയാണ് സ്റ്റഡി ഫോൾ ആഫ്റ്റർ സബ് പ്രൈം ക്രൈസിസ്. ഓക്കെ, സബ് പ്രൈം ക്രൈസിസ് അതായത് 2007 മുതൽ 2010 വരെയാണ് സബ് പ്രൈം ക്രൈസിസ് എന്ന് പറയുന്നത്. 2007 മുതൽ 2010 വരെയുള്ള ടൈമാണ് സബ് പ്രൈം ക്രൈസിസ്. ഓക്കെ, സോ ഈ സബ് പ്രൈം ക്രൈസിസിന് ശേഷം എന്താണ് ഒരു സ്റ്റഡി ഫോളും പിന്നെ എന്താണ് റിക്കവറിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് അത് സ്റ്റഡി ഇൻക്രീസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി നമുക്ക് 2006 2016 എടുത്താലും എന്താണ് 2008 2010 എന്താണ് ഒരു ഫോളുണ്ട്. അല്ലാത്ത ടൈമിൽ എന്താണ് ഒരു ഇൻക്രീസ് ആണുള്ളത്. ഓക്കെ, 2006 2016 എടുത്താലും 2008 2010 ഇടയ്ക്ക് എന്താണ് ഒരു ഫോളുണ്ട്. അല്ലാണ്ടൊക്കെ എന്താണ് ഇൻക്രീസ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ടാക്സ് റവന്യൂൻ്റെ ടാക്സ് GDP പറയുമ്പോൾ എന്താണ് അത് തെറ്റാണ് മനസ്സിലാവും. സെക്കൻഡ് എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റും GDP നോക്കുക. ഓക്കെ, ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കുമ്പോൾ എന്താണ് 2001 2011 അതെങ്ങനെയായിരുന്നു? 2001 2011 ഇടയ്ക്ക് 2009 2011 ഇടയ്ക്ക്. ഓക്കെ, 2001 മുതൽ 2011 2009 10 11 ഓക്കെ ഈ ഒരു ടൈമിൽ എന്താണ് ഡിക്ലൈൻ ചെയ്തു. ഓക്കെ, ഡിക്ലൈനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതും സ്റ്റഡി ഇൻക്രീസ് എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, 2009 2010 11 ടൈമിൽ എന്താണ് അത് ഡിക്ലൈനാണ് ഉണ്ടായത്. ഓക്കെ, ഇനിയിപ്പോൾ 2006 16 എടുക്കണമെങ്കിൽ എന്താണ് അതും 2011 മുതൽ 2016 വരെ സ്റ്റഡിലി ഡിക്ലൈനാണ്. ഓക്കെ, 2006 2016 ആ ഒരു ഡെക്കേഡ് എടുക്കണമെങ്കിൽ 2011 മുതൽ 2016 വരെ എന്ത് ചെയ്തു? അതും ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഡിക്ലൈനാണ് ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് എന്താണ് ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. കാരണം രണ്ടും എന്താണ് സ്റ്റഡിയിൽ ഇൻക്രീസ് എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല. അതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ടാക്സ് റവന്യൂവിൻ്റെയും അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെയും കാര്യം നമുക്കറിയാം. എപ്പോഴും എന്താണ് സ്റ്റഡിയിൽ ഇൻക്രീസ്ഡ് ആവണമെന്നില്ല, എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ എക്കോണമി. ഓക്കെ, അതിലെന്താണ് ഒരുപാട് വ്യതിയാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഓക്കെ, ഒരുപാട് ചേഞ്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്തായാലും റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എക്സ്ട്രീം ആയിട്ട് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് അത് നമുക്ക് റോങ് ആയിട്ട് കൺസിഡർ ചെയ്ത് ആൻസർ എന്ത് കിട്ടും? ഡി ആണ്, നെയ്തർ 1 nor 2 ആണ്. ഓക്കെ, അടുത്ത 95 നോക്കാം. Recently, there was a proposal to translocate some of the lions from their natural habitat in Gujarat to which one of the following sites? ഓക്കെ, അതായത് നാച്ചുറൽ ഹാബിറ്റ് ലയൺസിൻ്റെ നാച്ചുറൽ ഹാബിറ്റ് എവിടെയാണ്? ഗുജറാത്തിലെ ഗിർ ഫോറസ്റ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്താണ് മറ്റേ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് പ്ലേസിലേക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ കോർബറ്റ് നാഷണൽ പാർക്ക്, സെക്കൻഡ് വൺ കുണോ പാൽപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദെൻ മുതുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദെൻ സരിസ്ക നാഷണൽ പാർക്ക്. അപ്പോൾ ഇവിടെ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ കുണോ പാൽപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. അപ്പോൾ എക്കോളജി അതുപോലെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു സ്പീഷ്യസിന് അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ന്യൂസും നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താലേ അത് കിട്ടത്തുള്ളൂ. ആൻസർ കുണോ പാൽപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. ഓക്കെ, അതാണ് 95 പറയുന്നത്. അപ്പോൾ കുണോ പാൽപൂർ എവിടെയാണ്? ഇതിന് നമുക്കിപ്പോൾ അറിയാം കുണോ നാഷണൽ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. കുണോ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ കുണോ പാൽപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. മധ്യപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2013 SC ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി എന്താണ് 2013 ഓർഡർ ചെയ്തത് എന്താണ്? ട്രാൻസ്ലൊക്കേഷൻ ഓഫ് സം ലയൺസ് ഫ്രം ഗിർ ടു കുണോ ത്രൂ ദ പ്രോസസ് ഹാസ് ഫേസ്ഡ് വേരിയസ് ഡിലേസ്. ഓക്കെ, അപ്പോൾ 2013 എന്താണ് SC ഈ ഒരു വേർഡിക്റ്റ് ഇറക്കി. ഇതിനെന്താണ് കുണോ പാൽപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലോട്ട് ഗിർ ഫോറസ്റ്റിൽ നിന്നാണ് കുറച്ച് ലയൺസിന് മാറ്റാം എന്നുള്ളൊരു ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതെവിടെയാണ്? മധ്യപ്രദേശാണ്. കുണോ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നു. 2013 ആ ഒരു ചേഞ്ച് ഉണ്ടായത്. ഇനി നമുക്കിപ്പോൾ കോർബറ്റ് ആയാലും സരിസ്ക ആയാലും, കോർബറ്റ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ സരിസ്ക എവിടെയാണ്? സരിസ്ക രാജസ്ഥാനിലെ. അപ്പോൾ ഇത് രണ്ടും പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയാണ്? ടൈഗർ റിസർവ്സ് ആണ്. ഓക്കെ, കോർബറ്റും അതുപോലെ സരിസ്കയും ഇത് രണ്ടും എന്താണ്? ടൈഗർ റിസർവ് ആണ്. ടൈഗർ റിസർവ്സ് ആണ്. പിന്നെ മുതുമലയും നമുക്കറിയാം. മുതുമല എന്താണ്? നമ്മുടെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ പാർട്ടാണ് മുതുമല വരുന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ പാർട്ടായിട്ടാണ് ഇത് മുതുമല വരുന്നത്. പ്രധാനമായിട്ടും അവിടുത്തെ ഒരു ഡിഫറെൻറ്റ് എക്കോസിസ്റ്റം കൊണ്ടെന്നാണ് അത് ഫേമസ് ആണ്. കാരണം ഈ നീലഗിരി മുതുമല വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഫോറസ്റ്റ് ആണ് കാണപ്പെടുന്നത്. ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഫോറസ്റ്റ്.
ഇതെന്താണ് ഈ ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ലയൺസിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ് അല്ല, അല്ലെങ്കിൽ ലയൺസിന് ഈ ഒരു ക്ലൈമറ്റിൽ ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഫോറസ്റ്റ് ക്ലൈമറ്റിൽ എന്താണ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്താണ് ഈ ഒരു ആൻസർ എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് ആൻസർ ആണ് കുനോ പൾപ്പ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സോ അതാണ് 95ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. നെക്സ്റ്റ് 96 നോക്കാം. Which of the following are not necessarily the consequences of the proclamation of President's rule in a state? ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂൾ വന്നാൽ അതിൻ്റെ കോൺസിക്വൻസ് അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ ഡിസൊല്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സെക്കൻഡ് വൺ റിമൂവൽ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്. തേർഡ് വൺ ഡിസൊല്യൂഷൻ ഓഫ് ദ ലോക്കൽ ബോഡീസ്. അപ്പോൾ A 1 and 2 only, B 1 and 3 only, C 2 and 3 only, D 1, 2 and 3. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഒരു സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂൾ വന്നാൽ എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ലോക്കൽ ബോഡി എന്താണ് സസ്പെൻഡ് ചെയ്യുകയോ ഡിസോൾവ് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, എയ്തർ സസ്പെൻഡ് ഓർ ഡിസോൾവ്. ഓക്കെ, സസ്പെൻഡ് അല്ലെങ്കിൽ ഡിസോൾവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞ എന്താണ് ഡിസൊല്യൂഷൻ നടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഡിസൊല്യൂഷനേ ഉള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അവിടെ എന്താണ് നമുക്ക് സസ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ഡിസോൾവ് ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ് നെസസറിലി ഡിസൊല്യൂഷൻ നെസസറി ആവുന്നില്ല. ഓക്കെ, ഇവിടെ എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ഡിസൊല്യൂഷൻ ഓഫ് ലോക്കൽ ബോഡീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താണ് അത് രണ്ടും ഇല്ല. ഓക്കെ, സോ 1ഉം 3ഉം എന്താണ് എന്തായാലും ഇല്ല. കാരണം അവിടെ എന്താണ് സസ്പെൻഷൻ ചെയ്യാം. കാരണം സസ്പെൻഡ് അല്ലെങ്കിൽ ഡിസോൾവ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ 1 and 3 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, റിമൂവൽ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ സ്റ്റേറ്റ് പോസിബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നുണ്ട് ഈ പ്രസിഡൻസ് റൂൾ വരുന്നത് എവിടെയാണ്, സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂൾ വരുന്നത് ആർട്ടിക്കിൾ 356 വരുന്നത്. ആർട്ടിക്കിൾ 356 എന്ത് പ്രസിഡൻസ് റൂൾ വരുന്നത്. ഓക്കെ, അതായത് എന്താണ് ഫെയിലിയർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദ സ്റ്റേറ്റ്, അതാണ് അതിന് കാരണമാവുന്നത്. ഓക്കെ, സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയിൽ ഫെയിലിയർ ആയാലാണ് എന്ത് ഈ പ്രസിഡൻസ് റൂൾ അവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് എന്താണ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഡിസ്മിസ് ചെയ്യും. അതാണ് ഇവിടെ രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. റിമൂവൽ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ഹെഡഡ് ബൈ ഹൂം, ഹെഡഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എന്താണ് റിമൂവ് ചെയ്യാനുള്ള കഴിവ് പ്രസിഡന്റ് ഉണ്ട്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ്, അത് കോൺസിക്വൻസസ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ചോദിച്ചാൽ നോട്ട് നെസസറിലി ആണ് ചോദിച്ചേക്കുന്നത്. അത് ഏതാണ് ഡിസൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഡിസൊല്യൂഷൻ ഓഫ് ലോക്കൽ ബോഡീസും ആണ്. കാരണം അവരെന്താണ് എയ്തർ സസ്പെൻഡ് ഓർ ഡിസൊല്യൂഷൻ ആണ്. ഒന്നെങ്കിൽ സസ്പെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ ആണ് ഡിസോൾവ് ചെയ്ത് കളയുന്നത്. സോ അതുകൊണ്ട് എന്താണ് സസ്പെൻഷൻ എന്നുള്ള ഒരു കാര്യം കൂടെ ഉള്ളതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് റോങ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആൻസർ ഏതാണ്, ആൻസർ ബി ആണ്. ഓപ്ഷൻ 1 and 3 ആണെന്ത് റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് 97. Which of the following are envisaged by the rights against exploitation in the Constitution of India? Okay, so fundamental rights in related ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഫസ്റ്റ് വൺ, പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ഓക്കെ, ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സും അതുപോലെ എന്താണ് ഫോഴ്സ്ഡ് ലേബറിനെ പറ്റിയാണ് പറയുന്നത്. അത് ഏത് ആർട്ടിക്കിളിൽ വരുന്നതാണ്, ആർട്ടിക്കിൾ 23 വരുന്നതാണ്. ആർട്ടിക്കിൾ 23 വരുന്നതാണ്. ഓക്കെ, സോ അതെന്താണ്, അത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നതാണ്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 23 24 ആണെന്ത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്. ആർട്ടിക്കിൾ 23 24. നെക്സ്റ്റ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുകയാണ്. അത് ഏതിൽ വരുന്നതാണ്, റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നതാണ്. ആർട്ടിക്കിൾ 17 വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 17 റൈറ്റ് ടു ഇക്വാലിറ്റിയിലാണ് എന്ത് വരുന്നത്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി വരുന്നത്. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. മൂന്നാമത് വരുന്നത് എന്താണ്, ഇത് ആർട്ടിക്കിൾ 29 വരുന്നത്. അതായത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിലാണ് ഇത് വരുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, ആർട്ടിക്കിൾ 29 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ വരുന്നത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസ്. അത് ഏത് ആർട്ടിക്കിൾ വരുന്നതാണ്, ആർട്ടിക്കിൾ 24 വരുന്നതാണ്. അതായത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നതിൽ, ഫസ്റ്റ് വൺ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, ആർട്ടിക്കിൾ 23. അതുപോലെ ഫോർത്ത് വൺ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസ്, ആർട്ടിക്കിൾ 24. അപ്പോൾ ഇത് രണ്ടുമാണ് ഏത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും, 1 and 4 ഓൺലി ആയിരിക്കും. ഓപ്ഷൻ സി ആണ്, 1 and 4 ഓൺലി ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതിനുള്ളിൽ ഏതൊക്കെയാണ് വരുന്നത്, എസ്പെഷ്യലി നമ്മൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ 19 നോക്കണം, 21 നോക്കണം,
ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്, ആർട്ടിക്കിൾ 19 21. കാരണം എപ്പോഴും ചോദിക്കാവുന്ന ഒരു ആർട്ടിക്കിൾസ് ആണ് 19 21 വരുന്നത്. UPSC റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 അതുപോലെ ആർട്ടിക്കിൾ 21 ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റി, അതുവഴി ഇക്വാലിറ്റിയുടെ കാര്യങ്ങളും നോക്കി വയ്ക്കുക. ഓക്കെ, ആർട്ടിക്കിൾ 14 15 16 17 18. ഓക്കെ, ഇതൊക്കെ എന്താണ് ഇക്വാലിറ്റിയിൽ വരുന്നതാണ്. സോ അതുകൂടിയൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. അതുപോലെ മറ്റ് റൈറ്റ്സ് പിന്നെ എന്താണ് ആർട്ടിക്കിൾ 31 എന്ത് നമ്മൾ എലിമിനേറ്റ് മാറ്റിയത്. ഓക്കെ, ആർട്ടിക്കിൾ 31 എന്താണ് നമ്മൾ മാറ്റിയിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു, അതെന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, ബേസിക് ഐഡിയ നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി ചോദിക്കുമ്പോൾ. ഓക്കെ, അടുത്ത 98 നോക്കാം. 98. Which of the following is geographically closest to Great Nicobar? Great Nicobar ആയിട്ട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ജോഗ്രഫിയിൽ ക്ലോസസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സുമാത്ര, ബോർണിയോ, ജാവ, ശ്രീലങ്ക. ഓക്കെ, ഇവിടെ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ നിക്കോബാർ ഐലൻഡ്സിൻ്റെ സൗത്ത് ആയിട്ടുള്ളതാണ് ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയാണ് എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് വരുന്നത്. അപ്പോൾ അതിന് ഏറ്റവും അടുത്തുള്ള റീജിയൻ എന്താണെന്ന് ചോദിച്ചത് നമുക്ക് മാപ്പിൽ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് നോക്കിയേ, ബോർണിയോ നോക്കിയേ, ബോർണിയോ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, ഇത് ഇവിടെയാണ് കിടക്കുന്നത്. ദെൻ ജാവ ആയാലും ഇവിടെയാണ് കിടക്കുന്നത്. ദെൻ ശ്രീലങ്കയിൽ നമ്മൾ ഇത്രയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ സൗത്ത് ആയിട്ടാണ് കിടക്കുന്നത് ഗ്രേറ്റ് നിക്കോബാർ. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഏതാണ്? സുമാത്രയാണ്. ഓക്കെ, സുമാത്രയാണ് ഏറ്റവും അടുത്തുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സുമാത്ര ആയിരിക്കും. ഓക്കെ, സുമാത്രയും ഗ്രേറ്റ് നിക്കോബാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1192 കിലോമീറ്റർ ആണ്. സുമാത്രയും ഗ്രേറ്റ് നിക്കോബാറും 1192 കിലോമീറ്റേഴ്സാണ്. ഓക്കെ, ഇനി ബോർണിയോ ഗ്രേറ്റ് നിക്കോബാർ ആണെങ്കിൽ 2398 ഉണ്ട്. ഓക്കെ, ബോർണിയോ ആണെങ്കിൽ 2398 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇത് സുമാത്രയിലാണ്. ഇനി ജാവയും ഗ്രേറ്റ് നിക്കോബാറും തമ്മിലാണെങ്കിൽ 1817 കിലോമീറ്റേഴ്സ് ഉണ്ട്. 1817 കിലോമീറ്റർ. അതുപോലെ ശ്രീലങ്ക ആയിട്ടാണെങ്കിൽ 1437 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, ശ്രീലങ്ക ആയിട്ട് 1437 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ അപ്പോൾ ഏറ്റവും കുറവ് എവിടെയാണ്? സുമാത്ര ആയിട്ടാണ് 1192 കിലോമീറ്റർ ഉള്ളത്, സുമാത്രയും ഗ്രേറ്റ് നിക്കോബാറും തമ്മിൽ. സോ ആൻസർ എന്താണ്? സുമാത്രയാണ്. അപ്പോൾ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും അതുപോലെ ലക്ഷദ്വീപ് ഐലൻഡ്സും അത് എന്താണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 പ്ലേസാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസുകൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലുകൾ ഇതിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 10 ഡിഗ്രി ചാനൽ, 8 ഡിഗ്രി ചാനൽ, 9 ഡിഗ്രി ചാനൽ, ഇതെല്ലാം എന്താണ് ഈ ഒരു റീജിയനുമായിട്ട് ബന്ധപ്പെട്ടത് കിടക്കുന്നതാണ്. അപ്പോൾ ഏതിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി നോക്കുന്നതിൻ്റെ കൂടുതൽ എന്താണ് മാപ്പിംഗ് കൂടെ ജസ്റ്റ് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് 98ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് 99 നോക്കാം. Out of the following statements, choose the one that brings out the principle underlying the cabinet form of government. Cabinet form of government പറ്റിയാണ് ചോദിച്ചിരുന്നത്. An arrangement for minimizing the criticism against the government whose responsibilities are complex and hard to carry out to the satisfaction of all. Second statement, a mechanism for speeding up the activities of government whose responsibilities are increasing day by day. Third statement, a mechanism of parliamentary democracy for ensuring collective responsibility of the government of the people. D പറയുന്നത് a device for strengthening the hands of the head of government whose hold over the people is in a state of decline. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ നമുക്കറിയാം, ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെൻറ്റിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അതിന് നമുക്ക് വേറൊരു പേരിൽ പറയാം. ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് നമുക്ക് പറയാം. പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് പറയുന്നത് എന്താണ്? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ് ടു ദ പീപ്പിൾ. ഓക്കെ, അവിടെ നിന്ന് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്. പാർലമെൻ്ററി ഫോമിൽ എന്താണ്? പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് പറയുന്നത് എന്താണ്? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ സി ആണ് എന്ത് ആൻസർ വരുന്നത്. മെക്കാനിസം ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി ഫോർ എൻഷുറിങ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ് ടു ദ പീപ്പിൾ. ഓക്കെ, ഗവൺമെൻറ് ടു ദ പീപ്പിൾ അതാണ് പറയുന്നത് ഏത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെൻറ്റിൽ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരുമായിട്ടാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണ് ഹൗസുമായിട്ട്. ഓക്കെ, ഏത് ഹൗസിലാണോ ഇപ്പോൾ ലോക്സഭയിലാണെങ്കിൽ ലോക്സഭയിൽ എന്താണ് റെസ്പോൺസിബിൾ ആണ്. സോ അവരെന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ലോക്സഭയിൽ റെസ്പോൺസിബിൾ ആണ്. ആൻഡ് ഈ ലോക്സഭ എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പീപ്പിൾ ഇൻഡയറക്റ്റ്ലി എലക്ട് ചെയ്യുന്നതാണ്.
ഓക്കെ, അവർ ജനങ്ങൾ ഇൻഡയറക്ട്ലി ഇലക്ട് ചെയ്യുന്നതാണ് ഈ പാർലമെന്റ് എന്നും പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് എപ്പോഴും ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഈ പാർലമെന്റ് എന്ന് പറയുന്നത് ജനങ്ങളോട് കളക്റ്റീവ് റെസ്പോൺസിബിൾ ആയിരിക്കും. ഓക്കെ, ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങളോട് കളക്റ്റീവ്ലി റെസ്പോൺസ് ആയിരിക്കും. സോ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ബാക്കിയൊന്നും എന്താണ് നമ്മുടെ ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ അല്ല. ഓക്കെ, നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും മറ്റു ഓപ്ഷൻസ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 100. Which one of the following is not a future of Indian federalism? ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഫ്യൂച്ചർ അല്ലാതെയാണ് ചോദിച്ചേക്കുന്നത്. There is an independent judiciary in India. Next, powers have been clearly divided between the center and the states. The federating units have been given unequal representation in the Rajya Sabha. Final one, it is the result of an agreement among the federating units. നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാരണം അവസാനം പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദാൻ എഗ്രിമെൻറ്റ് എമോങ് ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ്. അതായത് ഇന്ത്യൻ ഫെഡറേഷനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇതെന്താണ്, ഫെഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ്സിൻ്റെ എഗ്രിമെൻറ്റ്സ് അല്ല ഇന്ത്യയിൽ വരുന്നത്. യു എസ് എയിലാണെങ്കിൽ എന്താണ്, അമേരിക്കയിലൊക്കെ എന്താണ്, അത് ഫെഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബാക്കി സ്റ്റേറ്റ്സുകൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണെന്ന് പറയുന്നത് ഫെഡറേഷൻ എന്നാണ്. പക്ഷേ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. നമ്മളത് ഒരുപാട് ടൈമിൽ നമ്മൾ ഫെഡറലിസത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ എന്താണ് ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഇന്ത്യൻ ഫെഡറൽ ലോസ് എന്ന് പറയുന്നത് നോട്ട് ആൻ എഗ്രിമെൻറ്റ്, നോട്ട് എ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നോട്ട് എ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്, not a result of an agreement among the states. Okay, among the states. Unlike എവിടെയാണ്, യു എസ് എ. ഓക്കെ, യു എസ് എ പോലെ എന്താണ് അതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ റിസൾട്ട് അല്ല നമുക്കുള്ളത്. നമുക്ക് സ്റ്റേറ്റ്സ് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ് സ്റ്റേറ്റ്സ് തമ്മിലുള്ള എന്താണ് ഒരു എഗ്രിമെൻ്റ് അവിടെ വരുന്നില്ല. ഓക്കെ, അമേരിക്കൻ ഫെഡറലിസത്തിലാണെങ്കിൽ എന്താണ് അവർ സ്റ്റേറ്റ്സിന് അവിടെ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഇന്ത്യയിൽ ഫെഡറലിസം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് നോട്ട് എ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് എമോങ് ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഫെഡറേഷൻ എന്ന് പറയുന്ന വേർഡ് പോലും എന്താണ് മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറേഷൻ എന്ന് പറയുന്ന വേർഡ് മെൻഷൻ ചെയ്യുന്നത് പകരം എന്താണ് ആർട്ടിക്കിൾ 1 പറയുന്നത് എന്താണ്, ആർട്ടിക്കിൾ 1 നമ്മൾ എന്താണ് പറയുന്നത്, എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്യുന്നത് എന്താണ്, അതിൽ നിന്ന് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ അതിൽ പറയുന്നത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അവിടെ നമ്മൾ എന്താണ് ഫെഡറേഷൻ എന്ന വേർഡ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഫെഡറേഷൻ എന്ന വേർഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെ തന്നെ എന്താണ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് എന്താണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വേർഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് എമോങ് ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ്. ഓക്കെ, അത് നമ്മളെ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഫ്യൂച്ചർ അല്ല. ഓക്കെ, സോ അതാണ് നമ്മുടെ 100ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ സെക്ഷന് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ, ഈ 76 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അടുത്ത നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്താണ് 2018 UPSCയിലെ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. We offer well-equipped reading rooms for students, normal reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485, YMR, Kawadiar, Trivandrum.